നമസ്കാരം. ഒരു മോഷണ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പള്ളിയുടെ വഞ്ചികൾ കുത്തി തുറന്ന് മോഷണം നടന്നു. ദേശീയപാതയ്ക്കരികിലുള്ള തട്ടാമല മുസ്ലിം ജമായത്ത് പള്ളിയിലാണ് മോഷണം നടന്നത്. പള്ളിയിലെ മഖാമുകളുടെ പരിസരത്ത് മഖാമിൻ്റെ ഗേറ്റ് സമീപത്തും വെച്ചിരുന്ന 3 ഇരുമ്പ് വഞ്ചികളുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ഉദ്ദേശം 15,000 രൂപയോളം മോഷണം പോയതായാണ് കരുതുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 1:45-നാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിന്നിലെ മതിൽ ചാടിക്കടന്ന് എത്തിയ മോഷ്ടാവ് പള്ളി പരിസരത്ത് ഉള്ള കെട്ടിടത്തിൻ്റെ അടുക്കള പുറത്ത് വെച്ചിരുന്ന ഇരുമ്പ് പാരയെടുത്താണ് പൂട്ടുകളെല്ലാം തകർത്തത്. ഒരു ഇരുമ്പ് ബ്ലേഡും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു നിരീക്ഷണ ക്യാമറ തകർത്തെങ്കിലും മറ്റൊരു ക്യാമറയിൽ നിന്ന് മോഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നീല ജീൻസ് പാൻറ്റും കറുപ്പ് ബനിയനും തലയിൽ തൊപ്പിയും മുഖത്ത് മാസ്കും ധരിച്ചിട്ടുണ്ട്. ജമായത്ത് പരിപാലന സമിതിയുടെ പരാതിയിന്മേൽ പ്രസിഡന്റിൻ്റെ മൊഴി ഇരവിപുരം പോലീസ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇരവിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിനുശേഷം ഡോഗ് സ്ക്വാഡും അതുപോലെ വിരലടയാള വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടക്കുകയാണ്. എന്തായാലും ക്യാമറയിൽ ഈ മോഷ്ടാവിൻ്റെ ദൃശ്യം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടിക്കുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും അത് മിക്കവാറും അവിടെയുള്ള വഞ്ചികളെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഈ മോഷ്ടാവ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടല്ലോ, എല്ലാ പൂട്ടും തകർത്ത് പണം അപഹരിച്ചിരിക്കുകയാണ്. ഇരവിപുരം പോലീസൊക്കെ നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് വിദഗ്ധരൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.